ഈ ഒരു ജേണി എന്നെ പഠിപ്പിച്ച ഒരു ബിഗ്ഗസ്റ്റ് ലെസൺ. ഹായ് ഹലോ, ദിസ് ഈസ് മിസ് ഇളയ. ഇത് പാർട്ട് 4 ആണ്. അപ്പൊ നമ്മുടെ ഫൈനൽ പാർട്ടാണ് കേട്ടോ. അപ്പൊ എന്റെ ഈ ഒരു ജേണിയിൽ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യാണ്. അപ്പൊ ഈ ഒരു 1.5 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 9 to 5 ജോബ് ചെയ്താൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ മാത്രം വർക്ക് ചെയ്താലല്ല നമുക്ക് ഇൻകംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. ത്രൂ ഓൺലൈൻ നമുക്ക് പറ്റും. നമുക്ക് കിട്ടുന്ന ടൈമുകളിൽ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ബോസോ അല്ലെങ്കിൽ ആരും ഒന്നും ഇല്ലാണ്ട് നമ്മുടെ എന്താ പറയുന്നത് ഫ്രീ ടൈംസിൽ ലൊക്കേഷൻ ഫ്രീഡം, ടൈം ഫ്രീഡം, അതിലുപരി ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെ, ഇതൊക്കെ നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നാലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലായി. പിന്നെ അതുപോലെ കോൺഫിഡൻസ് കൂട്ടാനായാലും നമുക്ക് നമ്മളെ തന്നെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പോകും. അതായത് ഇതൊക്കെ നമ്മളെ കൊണ്ട് നടക്കുമോ, ബാക്കിയുള്ളവർ ചെയ്ത് കാണുന്നുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ആ ഒരു ഡൗട്ട് എന്റെ ലൈഫിൽ നിന്ന് എനിക്കത് മാറിയിട്ടുണ്ട്. എന്നെ കൊണ്ടും പറ്റും എന്ന് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ പേടി ഉണ്ടാവാം, ഡൗട്ട് ഉണ്ടാകാം, സ്വാഭാവികമാണ്. നമുക്ക് ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ നമുക്ക് കറക്റ്റ് വേയിൽ അതിനെ ഫോളോ അപ്പ് ചെയ്ത റിസൾട്ട് ഉണ്ടാവും. അത് 100% ഉറപ്പുള്ളതാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നടക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന് വേണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയെല്ലാം കൺസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ എനിക്ക് നിങ്ങളോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സ്റ്റാർട്ട് എന്ന കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം. നിങ്ങളെ പേഴ്സണലി ഞാൻ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലും ചേഞ്ചസ് വരുത്താൻ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ അതുപോലെ ഇത്രയും പാർട്ട് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു ഇതിൽ വെച്ചാൽ എന്റെ ജേർണി മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി വരുന്ന വീഡിയോസിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു 1.5 വർഷമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻകമിന്റെ പ്രൂഫ്, അതുപോലെ നമ്മുടെ വർക്ക് ഡീറ്റെയിൽസ്, നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്ത് തന്നെ പറയാം. ഇനിയിപ്പോ നമ്മുടെ ജോബിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ഡിഫറൻസ് വേണമെങ്കിൽ ഞാൻ ഫുള്ളി പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ഭയങ്കര നോളജ് ഉള്ള ആളല്ല, പക്ഷെ ഈ ഒരു ടൈം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോ വരും വീഡിയോസിൽ വെയിറ്റ് ചെയ്തൊന്ന് കാണാം. അതുപോലെ തന്നെ എന്നെ ഫോളോയും കൂടി ഒന്ന് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ താങ്ക് യു.